ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ പാക് ഭീകരന്റെ ശ്രമം. ശിരോവസ്ത്രം മറയാക്കി സുരക്ഷാ സേനയുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് രക്ഷപ്പെടാനായിരുന്നു ശ്രമം നടത്തിയത്. സുരക്ഷാ സേന അടുത്തെത്തിയതെന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ പെൺവേഷത്തിൽ വേഷപ്പകർച്ച നടത്താനായിരുന്നു ഇയാൾ ശ്രമം നടത്തിയത്. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് കമാൻഡറായ സൈഫുള്ളയാണ് ഇത്തരത്തിൽ പർദ്ദയുടെ മറവിൽ തന്നെ സുരക്ഷാ സേനയുടെ പക്കൽ നിന്നും രക്ഷപ്പെടാൻ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത്. തിരിച്ചറിയപ്പെടാതിരിക്കാനാണ് സൈഫുള്ള തന്റെ ട്രേഡ് മാർക്കായ താടി വടിച്ചതായും തല മുണ്ടനം ചെയ്തതായും ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സ്ത്രീകളുടെ വസ്ത്രങ്ങളും അതുപോലെ ബുർഗകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേഷം മാറി രക്ഷപ്പെടാൻ ഇയാൾ പദ്ധതിയിട്ടതായി തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടെയാണ് വീണ്ടും ശിരോവസ്ത്രം ഒരു ഭീകരവാദത്തിന്റെ അത്തരത്തിൽ മറയാക്കി തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നത്. ആയതിനാൽ തന്നെയാണ് മിക്ക രാജ്യങ്ങളിലും ഇപ്പോൾ ബുർഗ പോലുള്ള ശിരോവസ്ത്രങ്ങൾ നിരോധിക്കുന്നത്. ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്നും വീണ്ടും ഇന്ത്യയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ആക്രമണം നടത്താനുള്ള ശ്രമങ്ങളാണ് ഇതിലൂടെ പദ്ധതി ഇടുന്നതായി തന്നെ വിലയിരുത്തലടക്കം പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഭീകരവാദത്തിന്റെ ആ ഒരു മാറിയ രൂപം വ്യക്തമാക്കുന്ന 2 വ്യത്യസ്ത പോസ്റ്റുകൾ അധികൃതർ പങ്കുവെക്കുകയും ചെയ്തു. ഗ്രാമീണരുടെ വിശ്വാസം മുതലെടുത്തുകൊണ്ട് അവിടെ ഒരു ആത്മീയ ഗുരു ചമയുന്നതാണ് ഇയാളുടെ ഏറ്റവും വലിയ അപകടകരമായ തന്ത്രമെന്നും പറയപ്പെടുന്നു. പ്രാദേശികമായ പിന്തുണയും ഒളിത്താവളങ്ങളും ഉറപ്പാക്കാൻ ചില ഇടങ്ങളിൽ ഇയാൾ ആത്മീയ പുരോഹിതന്റെ പ്രതിച്ഛായ അവിടെ വളർത്തിയെടുത്തിട്ടുണ്ട് എന്നതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി തന്നെ കിഷ്ത്വാറിലെയും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലെയും എല്ലാം തന്നെ ദുർഘടമായ മലനിരകൾ അവിടെ കടന്നുകൂടിക്കൊണ്ട് സൈഫുള്ളയ്ക്കും അതുപോലെ ഈ സംഘത്തിനും വലിയ ഒരു രീതിയിലുള്ള രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. മാത്രമല്ല ഇവരെ പിടികൂടാനുള്ള തിരച്ചിലുകളും അവിടെ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ കൂട്ടാളിയായ പാകിസ്ഥാൻ സ്വദേശി ആദിൽ കൊല്ലപ്പെടുകയും സൈഫുള്ളയ്ക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ ജനുവരി 19 സേന ഇയാളുടെ ഒളിത്താവളം തകർത്തതും ശൈത്യകാലത്തേക്ക് അവിടെ കരുതി വെച്ചിരുന്ന റേഷൻ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത്. അതേപോലെ തന്നെ കിഷ്ത്വാറിലെ മലനിരകളിൽ 12,000 അടി ഉയരത്തിൽ കാർഗിൽ യുദ്ധകാലത്തെ ബങ്കറുകളുടെ മാതൃകയിൽ നിർമ്മിച്ച ഒരു ഒളിത്താവളവും ഇവിടെ ഉണ്ടായിരുന്നു. ഒളിത്താവളം തകർത്തതോടുകൂടി തന്നെ ഇയാൾ കടുത്ത പ്രതിസന്ധിയിലാവുകയാണ് ഉണ്ടായത്. സുരക്ഷിതമായി തന്നെ മറ്റൊരിടത്തേക്ക് മാറാൻ ശ്രമിക്കുന്ന സൈഫുള്ള ഇപ്പോൾ പുറത്തിറങ്ങാൻ ഭയന്നുകൊണ്ട് ഒളിവിൽ കഴിയുകയായിരുന്നു എന്നതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നും പിന്നീട് ഈ ഒളിത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങി എങ്ങനെയും അതിർത്തി കടക്കണമെന്ന ഒരു നിലപാടെടുത്തതിന് പിന്നാലെയാണ് താൻ ഇത്തരത്തിൽ വേഷപ്പകർച്ച ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീകരൻ വേഷപ്പകർച്ച ചെയ്തിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.